എന്തൊക്കെയായിരുന്നു. ഇന്ത്യ ഞങ്ങൾക്കൊരു ഇരയല്ല. ഇന്ത്യയുടെ ഡേർട്ടി പൊളിറ്റിക്സ് കാരണമാണ് ഞങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കളിക്കില്ല എന്ന് പറഞ്ഞത്. ബുംറ ഞങ്ങൾക്കൊരു വിഷയമല്ല. അഭിഷേകിനെ പൂട്ടാൻ ഞങ്ങളിൽ കൃത്യമായ തന്ത്രങ്ങളുണ്ട്. ബഡായി പറയാൻ നല്ല മിടുക്കന്മാരാണ്. കളിയിലേക്ക് വന്നപ്പോൾ അടപടലം നാണം കെട്ട അവസ്ഥയായിരുന്നു. ജസ്റ്റ് മിസ്സായതാണ് ഇന്നത്തെ കളി. അല്ലെങ്കിൽ ഇന്നത്തെ കളി കഴിഞ്ഞ് അവർ മിക്കവാറും USA-യും നമീബിയയും കൂടെ ബഹിഷ്കരിക്കേണ്ടി വന്നേനെ. തള്ളിമറിച്ച് വേൾഡ് കപ്പിൽ വന്നിട്ട് നാട്ടുകാർക്ക് നാളെ അട്ടിമറിച്ചു എന്ന് എഴുതേണ്ട അവസ്ഥ വന്നേനെ. എന്തൊരു ഗതികെട്ട അവസ്ഥയാണ്. ലാസ്റ്റ് 3 ഓവറിൽ ജയിക്കാനായിട്ട് 33 റൺസ് വേണമായിരുന്നു. അതിൽ തന്നെ ലാസ്റ്റ് 2 ഓവർ ആയപ്പോഴേക്കും പിന്നെ 29 റൺസ് ജയിക്കാൻ വേണ്ട അവസ്ഥയിലേക്ക് എത്തി. ആ ഫഹീം അഷ്റഫ് ആ 24 റൺസ് ആ 19th ഓവറിൽ അടിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ പാകിസ്ഥാൻകാർ തലയിൽ മുണ്ടിട്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നേനെ. കൊളംബോയിൽ കണ്ടത് വെറും ഒരു മത്സരമായിരുന്നില്ല, മറിച്ച് അഹങ്കാരവും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ പോലെ തന്നെയായിരുന്നു. ലോക ക്രിക്കറ്റിലെ വമ്പന്മാരെന്ന് സ്വയം വിശേഷിപ്പിച്ച പാകിസ്ഥാനെ കൊച്ചു ടീം എന്ന് നമ്മൾ വിളിക്കുന്ന നെതർലാൻഡ്സ് ഉറപ്പിച്ച കാഴ്ചയാണ് ഗ്രൗണ്ടിൽ കണ്ടത്. മത്സരത്തിന് മുമ്പ് ഇന്ത്യ പരിഹസിച്ച പാക് താരങ്ങൾക്ക് ഇന്ന് സ്വന്തം പ്രകടനം കണ്ടിട്ട് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ്. മത്സരം തുടങ്ങിയപ്പോൾ തന്നെ നെതർലാൻഡ്സ് അവരുടെ പ്ലാൻ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലായിരുന്നു അവർ കളിച്ചു തുടങ്ങിയത്. ഷഹീൻ അഫ്രീദിയുടെ ആദ്യ ഓവർ തന്നെ മൈക്കിൾ ലെവിറ്റ് 4 അടിച്ചിട്ടാണ് തുടങ്ങിയത്. ആദ്യ 6 ഓവറിൽ നെതർലാൻഡ്സ് വിക്കറ്റ് നഷ്ടപ്പെടാതെ 48 റൺസാണ് എടുത്തത്. എന്നാൽ അബ്രാർ അഹമ്മദും സൽമാൻ മിർസയും ചേർന്നിട്ട് കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തിയത് പാകിസ്ഥാന് വലിയ ആശ്വാസമായി. സ്കോട്ട് എഡ്വേർഡ്സ് നേടിയ 37 റൺസാണ് നെതർലാൻഡ്സിനെ ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിച്ചത്. ഇന്ത്യൻ ബൗളർമാരെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞിരുന്ന ഷഹീൻ അഫ്രീദി ഡച്ച് ബാറ്റിംഗ് നിരയ്ക്ക് മുമ്പിൽ അമ്പെ പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. 150 കിലോമീറ്റർ വേഗതയിൽ പന്തെറിയുമെന്ന് പറഞ്ഞ ഇവർ ഇന്ന് ലൈനും ലെങ്ത്തും കണ്ടെത്താൻ പാടുപെടുകയായിരുന്നു. അവരുടെ ഒരു 30 കോടി രൂപയുടെ പ്ലെയർ ഉണ്ടല്ലോ, ബാബർ അസം, പുള്ളി ഇന്ന് നന്നായിട്ട് സ്പിന്നിനെതിരെ കിടന്ന് തുഴയുന്നതാണ് കണ്ടത്. പുള്ളി IPL കളിക്കുകയാണെങ്കിൽ 30 കോടി രൂപയ്ക്ക് വിളിച്ചെടുക്കാനായിട്ട് ഫ്രാഞ്ചൈസികൾ ഉണ്ടാവും എന്നൊക്കെയാണല്ലോ പാകിസ്ഥാൻകാർ പറഞ്ഞിരുന്നത്. അവരുടെ നമ്പർ 1 ബാറ്റ്സ്മാൻ എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാബർ അസമിനെ. പുള്ളി ഇപ്പോൾ ഒരു 80-ൽ താഴെ സ്ട്രൈക്ക് റേറ്റിൽ സ്ഥിരമായിട്ട് T20 കളിക്കുക എന്നുള്ളതൊരു ശീലമാക്കി മാറ്റിയിട്ടുണ്ട്. പുള്ളി ശരിക്കും വിരാട് കോഹ്ലിയുടെ പിൻഗാമിയാണോ അത് വിക്കറ്റ് വലിച്ചെറിയുന്ന കാര്യത്തിൽ പാക് താരങ്ങളുടെ തന്നെ പിൻഗാമിയാണോ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുമായി കളിക്കാൻ പോകുന്നതിനെക്കുറിച്ച് വലിയ വർത്തമാനം പറയുന്ന ബാബർ ആദ്യം വാൻ പീക്കിനെ എങ്ങനെ നേരിടണമെന്ന് പഠിക്കണം എന്നുള്ളതാണ് സോഷ്യൽ മത്സരത്തിൻ്റെ മുൻപ് പാക് താരങ്ങൾ നടത്തിയ ചില പരാമർശങ്ങൾ വലിയ വിവാദമായിരുന്നു. ഇന്ത്യയുമായി കളിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, കാരണം അവർ രാഷ്ട്രീയമാണ് കളിക്കുന്നത് എന്നായിരുന്നു ഒരു പ്രമുഖ പാക് താരത്തിൻ്റെ കമൻറ്റ്. എന്നാൽ ഇന്ത്യൻ ആരാധകരിപ്പോൾ മറുപടി പറയുന്നത്, നെതർലാൻഡ്സിനെതിരെ ജയിക്കാൻ പാടുപെടുന്നത് നിങ്ങൾക്കാണോ? ഇന്ത്യയുടെ സൂര്യകുമാർ യാദവിനെയും ജസ്പ്രീത് ബുംറയും നേരിടാനുള്ള ധൈര്യം എന്നൊക്കെയാണ്. ഇന്ത്യയുമായി കളിക്കാത്തത് ഇന്ത്യയുടെ ഭാഗ്യമാണെന്ന് പറയുന്ന പാക് താരങ്ങൾ യഥാർത്ഥത്തിൽ സ്വന്തം നാണക്കേട് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 82 പന്തിൽ 53 റൺസുമായി കോഹ്ലി തകർത്താടിയ ആ ദിവസമൊക്കെ പാകിസ്ഥാൻ താരങ്ങൾ മറന്നു പോയെന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ പാകിസ്ഥാൻ ടീം ഏകദേശം ഒരു കോമഡി പീസാണ്. അത് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മുമ്പിലാണെങ്കിലും ശരി, ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലാണെങ്കിലും ശരി, ഏതാണ്ട് ഒരു കോമഡി പീസ് പോലെയാണ് പാകിസ്ഥാൻ ടീം. ബാറ്റിങ് തകരുമ്പോൾ ബോളിങ്ങിനെ കുറ്റം പറയും, ബോളിങ് തകരുമ്പോൾ പിച്ചിനെ കുറ്റം പറയും. ഇനിയിപ്പോൾ ഇന്ത്യയുമായി കളിക്കാൻ പേടിയാണെന്ന് തുറന്നു പറയാൻ എന്തിനത്ര മടി എന്നുള്ളതൊക്കെയാണ് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഫഹീം അഷ്റഫ് നടത്തിയ ചില തകർപ്പൻ അടികളാണ് പാകിസ്ഥാനെ വൻ നാണക്കേടിൽ നിന്ന് രക്ഷിച്ചത്. 114-7 എന്ന നിലയിൽ നിന്ന് അവർ കഷ്ടിച്ചാണ് 148-ലെത്തിയത്. നെതർലാൻഡ്സ് കുറച്ചുകൂടി നല്ല രീതിയിൽ ഒന്ന് ബോൾ ചെയ്യുകയായിരുന്നെങ്കിൽ പാകിസ്ഥാനെ ചിലപ്പോൾ പിടിച്ചു കെട്ടാൻ പറ്റിയേനെ. ഫഹീം അഷ്റഫിന് കൃത്യമായിട്ട് സ്ലോട്ടുകളിലാണ് ആ 3 ബോളുകൾ 19th ഓവറിൽ 3 ബോളുകൾ കിട്ടിയത്. ആ 3 ബോളും പുള്ളി 6 അടിക്കുകയും ചെയ്തു. സത്യത്തിൽ പാകിസ്ഥാൻ ഈ വിജയം ചിലപ്പോൾ ആഘോഷിക്കുന്നുണ്ടാവും, പക്ഷേ ക്രിക്കറ്റ് ലോകം മുഴുവൻ അവരെ നോക്കി ചിരിക്കുകയാണ്. ലോകകപ്പ് പോലൊരു വലിയ ടൂർണമെൻറ്റിന് വന്നിട്ട് ഇത്രയും മോശം പ്രകടനം കാഴ്ചവെച്ചിട്ട് ഇന്ത്യയെ വെല്ലുവിളിക്കുന്നത് വെറും ഒരു പകൽക്കിനാവ് പോലെ മാത്രമാണെന്നുള്ളതാണ് നമുക്കൊക്കെ തോന്നുന്നത്.